ഇപ്പോൾ ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഷോൺ ജോർജ്, ഇപ്പോൾ കോടതിയുടെ വരുന്ന മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവിനെ താങ്കൾ എങ്ങനെ കാണുന്നുണ്ട്? താങ്കളെ കൂടി കേട്ട ശേഷമാണോ നടപടി? അതായത് ഇനി വിശദവാദത്തിന് കൂടി വെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടെന്ന് പറയപ്പെടുന്നു. എനിക്ക് കേട്ടില്ല. എനിക്ക് എന്ത് ഉത്തരവാണ് എനിക്കെതിരെ വന്നിട്ടുള്ളത്? അതായത് ഈ CMR-ന് എതിരെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ആരോപണങ്ങൾ സംബന്ധിച്ച് താങ്കൾ നടത്തിയ ആരോപണങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നീക്കണമെന്ന് എറണാകുളം മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവ് വരികയാണ്. അല്ല, ഞാൻ കണ്ടില്ല. എനിക്ക് ഇതുവരെ അങ്ങനെ ഉത്തരവ്, എനിക്ക് നോട്ടീസ് പോലും തന്നിട്ടില്ലല്ലോ. എനിക്കറിയില്ല സംഭവം എന്താണ്. നോട്ടീസ് താങ്കൾക്ക് കിട്ടിയിട്ടില്ല, താങ്കൾ ഇത് സംബന്ധിച്ച് കേട്ടിട്ടില്ല? ഞാൻ ഇപ്പോൾ നിങ്ങളുടെ വാർത്തയിൽ നിന്ന് മാത്രമേ, എനിക്ക് അവരുടെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ആ വക്കീൽ നോട്ടീസിന് മറുപടി ആയിട്ട് നിങ്ങൾക്ക് അവർ മാനവസ്ഥ കേസ് കൊടുക്കണം, നീക്കം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കാരണവശാലും എനിക്ക് ഇട്ട പോസ്റ്റുകൾ എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഞാൻ അവർക്കെതിരെ ആരോപിച്ച ആരോപണങ്ങൾ മുഴുവൻ ശരിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ SFI റിപ്പോർട്ടിലുണ്ട്. അത് ഞാൻ കോടതി മുമ്പിൽ സമർപ്പിക്കും. എന്നിട്ടും കോടതി പറയുകയാണെങ്കിൽ നമുക്ക് ഞാൻ മേൽക്കോടതിയെ സമീപിക്കും. അതായത് ഷോണെ, ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് വ്യവഹാരങ്ങൾ പല രീതിയിലും തലങ്ങളിലുമൊക്കെ തന്നെ പുരോഗമിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മുനിസിപ്പൽ കോടതിയിൽ നിന്നും ഇങ്ങനെ ഒരു ഉത്തരവ് വരുമ്പോൾ അത് സംബന്ധിച്ചൊരു താങ്കളെ കേൾക്കുക വിവിധ ഹൈക്കോടതികൾ പരിഗണിക്കും. ഇവർക്ക് ഇവിടെ ഇപ്പൊ എനിക്കെതിരെ മാനവസ്ഥ കേസ് കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ എന്റെ പോസ്റ്റില് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കാനുള്ള ഒരു അവകാശം എനിക്ക് കിട്ടുമല്ലോ. അത് എന്റെ അവകാശമാണ്. അത് ആ അവകാശം എനിക്ക് ലഭ്യമാണ്. ഞാനിപ്പോ നിങ്ങളുടെ വാർത്തകളിൽ നിന്ന് മാത്രമാണ് ഇത്. ഞാൻ ഒരു കാരണവശാലും എന്റെ കയ്യിൽ ഉത്തരവിട്ടിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ കോടതിയിൽ പറയും. അത് മാത്രമല്ല, ഇത് ഞാനിട്ട കാര്യങ്ങൾ എന്താണ് തെറ്റെന്ന് അറിഞ്ഞാലേ എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായും. അല്ല, നമ്മളൊരു കോടതി ഉത്തരവ് വരുമ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. വക്കീൽ നോട്ടീസിന് ഞാൻ കൃത്യമായ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അവർ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ അത് അങ്ങനെ സ്വീകരിക്കാൻ അവർ സ്വീകരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാനുള്ള എനിക്ക് അവസരമല്ല കിട്ടുന്നത്. അപ്പോൾ ഒരു പോസ്റ്റും ഡിലീറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഈ ഉത്തരവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ ഉത്തരവായിട്ടാണല്ലോ ബിനിൽ അത് റിപ്പോർട്ട് ചെയ്തത്. എനിക്ക് കോടതി ഹാജരാനുള്ള അവസരം കിട്ടുമല്ലോ. അതാ ഞാൻ ചോദിച്ചത്. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ ഒരു നോട്ടീസ് നൽകി അതിന്റെ തുടർ നടപടികളിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. വാർത്തയിൽ നിന്നല്ലാതെ ഞാൻ ഇതുവരെയും അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞില്ല. അപ്പോൾ നമ്മളിപ്പോൾ അതിന്റെ സാങ്കേതികമായിട്ടുള്ള നടപടികളുടെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതാണെങ്കിൽ താങ്കൾ ഈ പറയുന്ന തരത്തിലാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു അപകീർത്തികരമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും, കാരണം CMR-ൽ പറയുന്ന രീതിയിലേക്ക് അവർ പറയുന്ന രീതിയിലേക്ക് ഏകപക്ഷീയമായ ആരോപണമൊന്നും താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് താങ്കൾ പറയുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ള തെളിയിക്കാനുള്ള രേഖകൾ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് SFI റിപ്പോർട്ടിലുണ്ട്. അത് മുൻനിർത്തിയുള്ള പോസ്റ്റുകളായിരുന്നു. അത്രേ ഉള്ളൂ. തീർച്ചയായും. വളരെയധികം നന്ദി.